ന്യൂ ഇയർ ആഘോഷിക്കാനായി ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയുടെ വിവിധ സ്ഥലങ്ങളിലാണ് ന്യൂ ഇയർ ആഘോഷമുള്ളത്. ആലപ്പുഴ ബീച്ചിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ബീച്ച് ഫെസ്റ്റിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ ബീച്ച് പൊടി പൊടിക്കാനായി കാർണിവലും കൂടി ചേർന്നപ്പോൾ തകർക്കുകയാണ് ഇവിടെ ആളുകൾ. DJ-യും ബാൻഡും മറ്റ് പല പരിപാടികളുമായിട്ടാണ് ആലപ്പുഴ ബീച്ച് ഇത്തവണ ഒരുങ്ങിയിരിക്കുന്നത്. ഈ വർഷത്തെ അതിനർഹിക്കുന്ന വിടവാങ്ങൽ നൽകാനും പുത്തൻ വർഷത്തെ എല്ലാ സന്തോഷത്തോടെയും സ്വീകരിക്കാനും നമ്മുടെ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് അവധിയും പുതുവർഷവും എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ അടിച്ചു പൊളിക്കണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നേരെ ആലപ്പുഴയിലേക്ക് പോന്നാൽ മതി കേട്ടോ. ഇത് രണ്ടും ചേർത്ത് നിങ്ങൾക്ക് ഒരു ദിവസം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ പുതുവർഷ പുലരി ആഘോഷിക്കാനും അതുവരെയുള്ള ദിവസങ്ങളൊക്കെ കാഴ്ചകൾ കണ്ടും ആഘോഷങ്ങൾ പങ്കെടുത്തും ഫുഡ് ഫെസ്റ്റിവൽ കയറി വ്യത്യസ്ത രുചികൾ രുചിച്ചും മത്സരങ്ങൾ പങ്കെടുത്തും ഗാനമേള കൂടിയുമൊക്കെ അടിച്ചു പൊളിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളാണ് ഇവിടെയുള്ളത്. ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ എവിടെയും ആഘോഷങ്ങളാണ് കേട്ടോ. ബീച്ച് ഫെസ്റ്റും കനാൽ ഫെസ്റ്റും കായൽ കാർണിവലും എന്നിങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള ആഘോഷങ്ങളാണ്. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ജനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് പാർക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് തന്നെ നമുക്ക് വിനോദത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകല് മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഇപ്പോൾ പുറത്തുനിന്നുള്ള മറ്റ് ജില്ലക്കാർക്കാണെങ്കിലും ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലോ നമ്മുടെ ബോട്ടിങ്ങൊക്കെ നടത്തി ഒരു ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം തൊട്ട് നിങ്ങൾക്ക് രാത്രി നേരം വെളുക്കും വരെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാം ഇവിടെയുണ്ട് കേട്ടോ. ഇത് കണ്ട മക്കളെ, ആലപ്പുഴ ബീച്ച് ഉത്സവ ലഹരിയിലാണ് കേട്ടോ. അതിൽ ഓരോ ദിവസവും ആയിരക്കണക്കിനെന്നോ പതിനായിരക്കണക്കിനെന്നോ നമുക്ക് പറഞ്ഞാൽ പറ്റില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂ ഇയർ ആഘോഷവും ക്രിസ്മസ് ആഘോഷവും എല്ലാം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ പല പല ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ, പല ടൈപ്പിലുള്ളതുണ്ട്. എല്ലാം പൈസ കൊടുത്തൊക്കെ നമുക്ക് കയറാം. അതുപോലെ തന്നെ ഈ ഒരു അവധിക്കാലവും ഈ നമ്മുടെ ന്യൂ ഇയറും എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കാരണം ആലപ്പുഴ ബീച്ചിന് എനിക്ക് തോന്നുന്നു ഇത്രയും സ്ഥല സൗകര്യമുള്ളൊരു ബീച്ച് തന്നെ ഒരുപക്ഷെ വേറെ കാണത്തില്ല ഒരിടത്തും. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും സ്ഥല സൗകര്യമുള്ളൊരു ബീച്ച് വേറെ ഉണ്ടായില്ല. ഇത് കണ്ട ആളുകൾ പുറത്തൊക്കെ വണ്ടി വെക്കാനൊന്നും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ കുറേ ആളുകൾ കഴിഞ്ഞു പോകുമ്പം അതിലേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്ത് മരണക്കിണറാണ് നടക്കുന്നത്. പൂരപ്പറമ്പ് പോലെയായി. വേഗം 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 ടിക്കറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഈ ആകാശ മരണക്കിണർ കൂടാരത്തിലേക്ക് കടന്നു വരിക. നീയോ ഞാനോ നീയോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഇതർ 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 ചാലോ ജായിക ചാലോ ജായിക ജൽദി ആവോ ജൽദി ജൽദി കമാൻ എവരിബഡി ആയി ടിക്കറ്റ് വാങ്ങ. ഇവിടെയാണ് മാരുതി 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 മോട്ടോർ സൈക്കിൾ സർക്കസ് അഭ്യാസ പ്രകടനം. ഞാനോ നീയോ നീയോ ഞാനോ വേഗം ടിക്കറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഈ ആകാശ മരണക്കിണർ കൂടാരത്തിലേക്ക് കടന്നു വരിക. നീയോ ഞാനോ ഞാനോ നീയോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കാഴ്ചവെക്കുന്ന അതിസാഹസിക പ്രകടനം ഇവിടെ ആരംഭിക്കുകയാണ്. ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. കണ്ടവർ വീണ്ടും വീണ്ടും കാണുമ്പോൾ കാണാത്ത നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് മാമച്ചിയുടെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മാമച്ചെടുക്കുള്ളൂ. നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ അല്ല അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് കൂടാതെ ഇതുപോലുള്ള കൊച്ചു കച്ചവടക്കാരും എല്ലാം ഇവിടെയുണ്ട്.
എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇവിടെ പണിയെടുക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ കച്ചവടക്കാർക്കാണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത്. കാരണം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇതുകൊണ്ട് കഴിയുന്ന ഒട്ടേറെ ആളുകളുണ്ട് കേട്ടോ. ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ കച്ചവടക്കാർ വരെയും ഇവിടെയുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഐറ്റംസ് ഇത്തവണ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഇവിടുത്തെ വിജയം കൊണ്ടാണ് ഓരോ ഐറ്റംസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് പല ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്യ ഭാഷക്കാർ വരെ നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ ആലപ്പുഴ ബീച്ചിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി റൈഡുകളുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ. ഇതിൽ 80 രൂപയൊക്കെ ഉള്ള ചെറിയ റൈഡൊക്കെ ഉള്ളൂ. പക്ഷേ ബാക്കി അത്യാവശ്യം എല്ലാ റൈഡിനും വരുന്നത് 100 രൂപ ആണ് കൊടുക്കേണ്ടത്. പക്ഷേ 100 രൂപയാണെങ്കിൽ പോലും എല്ലാവരും വരുന്നവരെല്ലാം കാശുമായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഓരോന്നിലും ഭയങ്കര ക്യൂ ആണ് പോകുന്നത്, ഭയങ്കര നിരയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ മുടക്കിയാൽ മാത്രം പോരാ, അതിന് കുറച്ച് ക്ഷമയും കൂടി നമുക്ക് വേണമെന്നുള്ളതാണ് കാര്യം. ഓരോ റൈഡും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വരും. ഇതുപോലുള്ള സാഹസിക പരിപാടികളൊക്കെയാണ് കൂടുതലും. സാഹസിക എന്ന് പറയുന്നില്ല, ഒരു ആനന്ദത്തിൽ ഏർപ്പെടാം, എന്നാലും അത്യാവശ്യം ഭയത്തോടെ നമുക്ക് ആശ്വസിക്കാനും ആനന്ദിക്കാനും പറ്റുന്ന റൈഡുകളാണ് കൂടുതലുമുള്ളത്. കണ്ടോ വഞ്ചി, നമ്മുടെ മറ്റേ തൊട്ടിൽ കയറാനുള്ള ആൾക്കാരുടെ തിക്കും തിരക്കും നോക്കിയേ. ഒരു 2-3 വഞ്ചിക്കുള്ള ആളിവിടെ ഉണ്ട് കേട്ടോ, പുറത്ത് ക്യൂവില. ഇത് കണ്ട, അത് നിറഞ്ഞു കഴിഞ്ഞപ്പോഴും അടുത്തത് ക്യൂ നോക്കിയേ. ഇങ്ങനെ ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കേട്ടോ, ഇതുപോലുള്ള കാർണിവൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ ഫുള്ള് നടത്താനായിട്ട് പറ്റുന്ന കേരളത്തിലെ ഏക സ്ഥലമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്ര വിശാലമായിട്ടാണ് ഈ ബീച്ച് കിടക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും വിജയം ആകാൻ കാരണവും ഇത് ബീച്ചിലായതുകൊണ്ട് തന്നെയാണ്. വേറെ ഏതെങ്കിലും ഒരു മൈതാനത്താണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഇറക്കത്തില്ല. ഈ വരുന്ന ആളുകൾക്ക് ബീച്ചും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ സഞ്ചാരികൾ വരുന്നത്. ഈ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആലപ്പുഴക്കാരല്ല എന്നുള്ളതാണ്. എല്ലാവരും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലും വരുന്നവരും ആളുകളൊക്കെയാണ് കൂടുതലും ഉള്ളത്.
കണ്ടോ ഈ ഒരു സംഭവം കയറാനുള്ള ക്യൂ നോക്കിയേ. അതായത് ആളുകൾ മൊത്തം ആഘോഷിക്കാൻ തയ്യാറായി വന്നിരിക്കുക. 2 ക്യൂവാ പോയിരിക്കുന്നത് കേട്ടോ. അങ്ങേറ്റത്തേക്കും ആ ഭാഗത്തേക്കും ഒക്കെ പോയിരിക്കുക. ഇത് കണ്ടോ. അതുപോലെ നമ്മുടെ ഈ വഞ്ചിയിൽ കയറാനുള്ള മറ്റേ വഞ്ചിയിൽ കയറാനുള്ള ക്യൂ പോയിരിക്കണം നോക്കിയാൽ ആ ക്യൂ നേരെ അവിടെ നിന്നൊക്കെ പല മടങ്ങ് കറങ്ങി അത് ഇവിടെ വന്ന് ഇങ്ങ് പോയിരിക്കുക. ഇല്ല ആ ഭാഗം വരെയും പോയി ആ ഒരു ക്യൂ. ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കാർണിവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതില്ലാത്ത പരിപാടിയില്ല. വളകയറും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇത്തവണ ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. വളയറിയാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ട് അമ്മ നിങ്ങൾ നോക്കിയേ. പറഞ്ഞിട്ടറിയാം അറിയട്ടെ. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി. നമ്മൾ സമ്മാനം കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല. ഇതിലൊക്കെ കയറി പങ്കെടുക്കുമ്പം ഒരു രസം, ഒരു ഭാഗ്യപരീക്ഷണവും ഒപ്പം അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന അവർക്കൊരാശ്വാസവും വരുന്ന നമുക്കും ഒരു രസവും ആയിട്ട് ഇതിനെ ഒരു ഹരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഗെയിമായിട്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാത്തിലും നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഓരോ സെക്ഷനിലും എല്ലാത്തിലും കയറി നമ്മൾ കാശ് കൊടുത്ത് കാശ് കളഞ്ഞു കേട്ടോ. വരുന്നൊരു ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ. പക്ഷെ കുറേയൊക്കെ തട്ടി. ബോളറിയില്ലേ എത്ര രൂപ? 50 രൂപ. എത്ര ബോള്? 6 ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂട്ടിയിട്ട് അതിനുള്ള സാധനം കിട്ടും കേട്ടാ. ഈ ഓരോ ഈ ബോളേറൊക്കെ ആണെങ്കിലും ഒക്കെ അതിൽ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം ഇതൊന്നും കിട്ടത്തില്ലെന്ന്. എങ്കിൽ പോലും ഇതിൽ എല്ലാവരും പങ്കെടുക്കുന്നതാണ് കേട്ടോ. ചിലർക്കൊക്കെ ഏതോ ചെറിയ കപ്പൊക്കെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനിലും നല്ല ജനമാണ്. കാരണം ഈ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കൊള്ളണ്ടേ. അതുകൊണ്ട് ഓരോരുത്തർക്ക് അവരവരുടെ പറ്റുന്ന രീതിയിൽ ഓരോ സ്പേസ് കണ്ടെത്തി അവർ ചിലവഴിക്കുന്നതാണ് കേട്ടോ. ഇതൊന്നുമില്ലാത്തവർ നേരെ ബീച്ചിൻ്റെ സൈഡിൽ പോയി വെള്ളത്തിൽ കാലുവിട്ട് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ ഉണ്ട്. കുറേ ആളുകൾ തൊട്ടപ്പുറത്ത് ഓരോ ഫുഡ് സ്റ്റാളുകളിലൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുന്നവരുണ്ട്. കാറ്റാടി തോട്ടത്തിലും അതുപോലെ തന്നെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാറി നിൽക്കുന്ന ആളുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ പൈസ സ്വാഹ. 50 രൂപ എടുത്താൽ 3 ബോൾ കിട്ടും. ഈ 10 ഗ്ലാസ് നമ്മൾ എറിഞ്ഞ് കളയണം. അതാണ് ഇവിടുത്തെ ടാസ്ക് കേട്ടോ. അപ്പോൾ ഈ മേളിൽ കാണുന്ന ഏതെങ്കിലും ഒരെണ്ണം തരും. ഇത് ഷോ ആയതുകൊണ്ട് ആൾ കുറവാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. തമിഴന്മാരാണ് കേട്ടോ കൂടുതലും. നമുക്ക് 50 രൂപ കൊടുത്താൽ 5 രൂപ വരും. അതിൽ 5ലും നമ്മൾ 5 ബലൂണും പൊട്ടിച്ചാൽ മാത്രമേ അവർ സമ്മാനം തരത്തുള്ളൂ. എന്തായാലും സാധിക്കത്തില്ല. ചില 1-2 ഒക്കെ നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും. പിന്നെ അതുമാത്രമല്ല, പിന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 50 രൂപയുടെ ഗെയിമേ ഉള്ളൂ. അത് ഓർക്കുമ്പം അവർ ഈ 50 രൂപ വെച്ച് ഒരാളെടുത്തുനിന്ന് ഒരു 10-20 രൂപ വരെയൊക്കെ വാങ്ങിക്കും. ഓരോന്ന് കഴിയുമ്പോഴും അടുത്തതിന് വീണ്ടും 50 രൂപ വെച്ച് കൊടുക്കും. ബജിക്കടയിലും ക്യൂ, എല്ലായിടവും ക്യൂ ആകട്ടാ. ഇവിടെ ബജി വാങ്ങിക്കാൻ വന്നാണ് കേട്ടോ. ചേട്ടൻ നല്ല നീറ്റിലൊക്കെ തന്നെയാണ് ഭക്ഷണങ്ങൾ നമുക്ക് തരുന്നത്. ഈ നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഒക്കെ അടിപൊളിയാണെങ്കിൽ പോലും ആലപ്പുഴയെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ. ആലപ്പുഴയുടെ പല ഭാഗത്തായിട്ടാണെങ്കിലും അർത്തുങ്കലും അതുപോലെ തന്നെ
പല സ്ഥലങ്ങളിലും മാരാരിയിലും പല ബീച്ചുകളിലും ഒരേ സമയം ബീച്ച് ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലേക്ക് വരുന്ന ജനത്തിന് കയ്യും കണക്കുമില്ലാതെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കിഴക്കൻ നാടുകളിൽ നിന്നുള്ള കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ നമ്മുടെ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ജില്ലക്കാരൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞത്. കുറേ പേര് നമ്മളെ അറിയാവുന്ന ആളുകളൊക്കെ വന്ന് പരിചയപ്പെടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട വഞ്ചിയുടെ ക്യൂ ഇപ്പോഴും നേരത്തെ കണ്ട ക്യൂ ഒന്നും അല്ല കേട്ടോ. അങ്ങ് പോയിരിക്കതേ ക്യൂ ഇങ്ങനെ പോയിരിക്കണം എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഏത് റൈഡിൽ കയറണമെങ്കിലും 100 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതുപോലുള്ള കൂപ്പണാണ് തരുന്നത്. നമ്മൾ പൈസ അടച്ചിട്ട് ആ കൂപ്പണുമായിട്ടാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇവന്മാർ പെങ്ങട കുട്ടികളും അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും ട്രെയിനിലേക്ക് കയറ്റി. കാര്യം ഇവരെ കയറ്റാൻ പറ്റുന്ന ഇതുപോലുള്ള 2-3 റൈഡുകളേ ഉള്ളൂ. നമ്മുടെ എല്ലാം കൂടി അവിടെ വന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ തയ്യാറായിട്ട്. ബാക്കിയെല്ലാം കുറച്ചും കൂടി മുതിർന്നവർക്ക് പറ്റുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്നവർക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പം നമ്മൾ വലിയ റൈഡിലൊക്കെ ആണെങ്കിൽ കുട്ടികളായിട്ട് നമ്മൾ ഒരുമിച്ചൊക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇത്തവണ. എല്ലാ പ്രാവശ്യവും ഉണ്ടെങ്കിലും ഇത്തവണ എനിക്ക് തോന്നുന്ന ഐറ്റംസൊക്കെ കൂടുതലുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ആലപ്പുഴ ബീച്ചിലേക്ക് വരുന്ന സഞ്ചാരികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ കാർണിവൽ ആഘോഷിക്കാൻ വരുന്നവർ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പേടിച്ചിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതൽ ടൈം ഇപ്പോൾ ക്യാഷ് വാങ്ങിച്ചിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരേ ഒരു ഗെയിം എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഈ തീവണ്ടിയുടെ ഈ ട്രെയിനിൻ്റെ ഗെയിം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇത് ഇച്ചിരി കൂടുതൽ സമയമൊക്കെ ചുറ്റുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ളതൊക്കെ അവർ ആ 100 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒതുക്കി വിടുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു കാർണിവൽ സ്ഥലത്തൊക്കെ പോകുമ്പം കാണുന്ന ഒരു തൊട്ടിയും മറ്റു തൊട്ടിയാട്ടമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതില്ല. എനിക്ക് തോന്നുന്നു ഇവർ കുറേയൊക്കെ ലൈറ്റും കൂടിയൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടേ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു ആകാശ ദൃശ്യമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഡ്രോണിനൊക്കെ പകർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോളേർ തന്നെ ഓരോ ഐറ്റത്തിനും ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ പല സ്ഥലത്തായിട്ട്. കാരണം ഒരു സ്ഥലത്ത് തന്നെ ആളുകൾ കൊള്ളില്ലെന്ന് കണ്ടിട്ടായിരിക്കും. കാരണം പല സ്ഥലത്തും ഒരേ ടൈപ്പ് ഗെയിം തന്നെ പല സ്ഥലത്തുണ്ട്. ദേവന്മാരെ ഇതിനകത്ത് തട്ടിപ്പ് നോക്കുക കേട്ടോ. ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4 സ്ഥലത്തുണ്ട്. 2-ാം നമ്പർ 1, 2, 3 സ്ഥലത്ത്. ബാക്കി 3-ാം നമ്പർ 2 സ്ഥലത്ത്. ബാക്കി 4, 5, 6 ആകെ ഓരോന്നുള്ളത്. പിന്നെ എങ്ങനെ നമുക്ക് ഇതിനകത്ത് വരാനാണ്, എങ്ങനെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? അതാണ് ഇവരുടെ ഇതിനകത്തെ ട്രിക്കെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്പർ അതാണ് അല്പൂടായ്പാണ് സംഭവം. പിന്നെ അത്ര ലെക്കൊണ്ടേ മാത്രം എന്തെങ്കിലും കിട്ടും. അതും കിട്ടിയാലോ 18-ാം നമ്പറിന് കിട്ടണത് എത്ര? ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം നോക്കിയിട്ട് 17 കിട്ടും. 18-ാം നമ്പറിന് മറ്റേ നമ്മുടെ 10 രൂപയുടെ 20 രൂപയുടെ മറ്റേ ചെറിയ ഇത്, 19-ാം നമ്പറിന് ഇതൊക്കെയാണ് ഭയങ്കര തട്ടിപ്പാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും സമയം കളയണ്ട. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുതിര സവാരിയും അതുപോലുള്ള സവാരികളൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ല എക്സിബിഷൻ സംഭവമൊക്കെ ഉണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് ഇതിനുമൊക്കെ 100 രൂപയുള്ളൂ പാസിൽ എടുത്ത് കയറി കഴിഞ്ഞാൽ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഒത്തിരി കാഴ്ചകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പം അതുമൊക്കെ കണ്ട് ഫുഡുമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. ന്യൂ ഇയറിന് വരാൻ പറ്റുന്നവർ ന്യൂ ഇയറിന് വരിക. അതുപോലെ തന്നെ സ്കൈ ഡൈനിങ്ങും ഉണ്ട് കേട്ടോ. നമുക്ക് ആകാശ കാഴ്ചകളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന സംവിധാനമൊക്കെ ഉണ്ട്. 140 അടി ഉയരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം, വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണണം. ഇവിടുത്തെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ആസ്വദിച്ച് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് തന്നെ തിരിച്ച് പോകാം.
ഇവിടെ ഒപ്പം തന്നെ പല ആക്ടിവിറ്റീസുകളുണ്ട്. നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കൊള്ളാത്ത അതിനപ്പുറത്തേക്ക് ഒത്തിരി കാഴ്ചകൾ ഇവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആലപ്പുഴ ബീച്ചിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്. അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി വരുമ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ വെക്കുമ്പോൾ അത് നല്ല സ്ഥലങ്ങളിൽ ഒതുക്കി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുക. പാർക്കിങ്ങിൻ്റെ വലിയൊരു പ്രോബ്ലമുണ്ട്. ഇത്രയും ജനലക്ഷങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ വാഹനങ്ങളൊക്കെ ഒത്തിരി അകലെ വരെയും കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നേരത്തെ തന്നെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരത്തെ നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇതിനകത്തേക്ക് കയറാം. അല്ലെങ്കിൽ ഇതുപോലെ വഴിയിലൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും, വാഹനങ്ങളുമായിട്ട് കിടക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.